കൂട്ടുകാരെ, ഈ കാണുന്നത് വേമ്പനാട്ട് കായലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ്. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് കൊച്ചിയുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള വാട്ടർ മെട്രോയിലാണ്. എനിക്ക് ചിലവായത് വെറും 20 രൂപയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് ജങ്കാർ സർവീസാണ്. ഈ ജങ്കാർ സർവീസ് യാത്രയ്ക്ക് എനിക്ക് ചിലവായത് വെറും 3 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധ്യമായി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ വിവരങ്ങളും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും സദേൺ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് വാട്ടർ മെട്രോയുടെ ഹൈക്കോർട്ട് സ്റ്റേഷനിൽ നിന്നാണ്. അപ്പം നമ്മൾ അകത്തോട്ട് കയറി ടിക്കറ്റൊക്കെ എടുത്തു. 20 രൂപയാണ് ഹൈക്കോർട്ട് ജംഗ്ഷൻ മുതൽ വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ വരെയുള്ള നമ്മളുടെ ചാർജായിട്ട് ഈടാക്കുന്നത്. എന്തായാലും ഈ വാട്ടർ മെട്രോയ്ക്ക് അകത്തോട്ട് കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു സ്ലൈഡിങ് ഡോറുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടി അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു സ്ലൈഡിങ് ഡോറ് ഓപ്പൺ ആയിട്ട് വരും. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനകത്തെ ഒരു അറേഞ്ച്മെൻറ്റാണ്. സീറ്റിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫുള്ളി എയർ കണ്ടീഷനാണ് കേട്ടോ ഈ ഒരു മെട്രോ എന്ന് പറയുന്നത്. ഇതിനകമെന്ന് പറയുന്നത് ഫുള്ളി എയർ കണ്ടീഷൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ ഇതിനകത്തോടു കൂടി യാത്ര ചെയ്യുമ്പോൾ യാതൊരു ക്ഷീണവും അനുഭവപ്പെടുകയില്ല. അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് മെട്രോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഈ ഒരു പ്രദേശത്തിൻ്റെ, അതായത് ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യഭംഗി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും വേമ്പനാട്ട് കായലിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ആ ഒരു ചെറിയ ചെറിയ ദ്വീപുകളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. വല്ലാർപാടം ടെർമിനലൊക്കെ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാട്ടർ മെട്രോ സർവീസ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം 2023 ഏപ്രിൽ 25-നാണ് ഈ ഒരു സർവീസ് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ചിലവ് വഹിച്ചിരിക്കുന്നത് KMR-ലും കേരള സർക്കാരും കൂടിയാണ്. ഈ ഒരു വാട്ടർ മെട്രോ സർവീസിൻ്റെ ചിലവെന്ന് പറയുന്നത് ഏകദേശം 203 കോടി രൂപയാണ്. 2035 കൂടി പൂർണ്ണമായിട്ടും വാട്ടർ മെട്രോ സർവീസുകൾ ദീർഘിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ നിലവിൽ ഹൈക്കോടതി, വൈറ്റില, വൈപ്പിൻ, കാക്കനാട്, ബോൾഗാട്ടി എന്നിവിടങ്ങളിലേക്കൊക്കെ വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ കൊച്ചിയിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർട്ട് കൊച്ചിക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വാട്ടർ മെട്രോയിൽ കയറിയിരിക്കണം. അപ്പോൾ വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് വാട്ടർ മെട്രോയിൽ കയറിയിട്ട് നിങ്ങൾക്ക് വൈപ്പിൽ ഇറങ്ങാൻ പറ്റും. വൈപ്പിൽ നിന്ന് അവിടെ നിന്ന് ജങ്കാർ സർവീസ് ഉണ്ട്. അപ്പോൾ ജങ്കാറിന് കയറിയിട്ട് നിങ്ങൾക്ക് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം ഞാനിന്ന് ഇതിൻ്റെ ഈ ജങ്കാറിന് എങ്ങനെയാണ് പോകുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിവരങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും എനിക്ക് ഈ വാട്ടർ മെട്രോയിലുള്ള യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കാണുന്നതാണ് വല്ലാർപാടം ടെർമിനൽ. എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും വാട്ടർ മെട്രോയിൽ കൂടി സഞ്ചരിക്കണം. കൊച്ചിയിലൊക്കെ വരുമ്പോഴത്തേനും വളരെ നിസ്സാരമായിട്ടുള്ള പൈസയുള്ളൂ. 20 രൂപ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന പൈസ തന്നെയാണ്. എന്നിട്ട് നേരെ വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. തരക്കേടില്ലാത്ത ഫുഡാണ്, ന്യായമായിട്ടുള്ള റേറ്റേ ഉള്ളൂ. എന്നിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകാം. കാരണം അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ജങ്കാർ സർവീസ് ഉള്ളത്. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ തിരികെ മെട്രോയിൽ ടിക്കറ്റ് എടുത്ത് തിരികെ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് വന്നിറങ്ങാവുന്നതാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കാർഡുണ്ട്.
അപ്പോൾ ആ ഒരു കാർഡ് നമ്മൾ നഷ്ടപ്പെടുത്താതെ കൈ സൂക്ഷിക്കണം. കാരണം തിരികെ നമ്മൾ ഏത് സ്റ്റേഷനിലാണ് എത്തുന്നത് അപ്പോൾ അവിടെ തിരികെ നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ കാർഡ് നൽകി ചെക്കൗട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു യാത്ര കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ചേച്ചിമാർ നമ്മുടെ ആ കാർഡ് നമ്മുടെ കയ്യിലുള്ള കാർഡ് തിരികെ മേടിക്കും. അപ്പോൾ ഞാനിവിടെ കാർഡ് തിരികെ കൊടുത്തു. എന്നിട്ട് ചെക്കൗട്ട് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ. വളരെ മനോഹരമാണ് ഈ ഒരു സ്റ്റേഷൻ. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പം അടുത്തത് ഇവിടുന്ന് ഒരു ജങ്കാർ സർവീസാണ്. അപ്പോൾ ഈ ജങ്കാർ സർവീസിനുള്ള യാത്ര നേരെ ഈ ചെങ്കാറിന് നേരെ പോകുന്നത് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അപ്പോൾ ഈ ജങ്കാർ യാത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചിലവാകുന്നത് 3 രൂപയാണ്. വെറും 3 രൂപയാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് തൊട്ടടുത്ത് തന്നെ ഒരു കൗണ്ടറുണ്ട്. അപ്പോൾ ആ കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ജങ്കാർ എന്ന് പറയുന്നത് ഒരു വലിയ ജങ്കാർ കേട്ടോ. കാരണം വലിയ ഹെവി ആയിട്ടുള്ള വാഹനങ്ങളും ഒരുപാട് ആൾക്കാരെല്ലാം ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പം തന്നെ ഒരു ബസ് ഇവിടെ വന്നിറങ്ങുന്നു. ജങ്കാറിൽ വന്നിറങ്ങുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സർവീസിന് പറയുന്ന പേരെന്ന് പറയുന്നത് റോറോ സർവീസ് എന്നാണ്. അതായത് റോറോ സർവീസ് എന്ന് പറഞ്ഞാൽ റോൾ ഓൺ റോൾ ഓഫ് സർവീസ് എന്നാണ് ഈ ഒരു ജങ്കാർ സർവീസിന് പറയുന്ന പേര്. അപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ ഇറങ്ങി ഞങ്ങൾ പതുക്കെ നമ്മുടെ ജങ്കാറിലേക്ക് കയറുകയാണ്. അപ്പം ഓരോ വാഹനങ്ങളൊക്കെ ഇതിൽ കയറി തുടങ്ങി. അതുപോലെ തന്നെ രാവിലെ 6:30 മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് ഈ ഒരു സർവീസ് നടത്തപ്പെടുന്നത്. വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെയും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിൻ വരെയാണ് ഈ ഒരു സർവീസ് നടത്തപ്പെടുന്നത്. അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും വളരെ ചെറിയൊരു പൈസയേ ആവുള്ളൂ. 3 രൂപയ്ക്ക് ഇപ്പോൾ ഇവിടെ അക്കരയ്ക്ക് എത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു ജങ്കാറിൽ ഇരിക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു ജങ്കാർ വൈപ്പിനിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ നമ്മളങ്ങനെ 7 മിനിറ്റ് ജങ്കാർ യാത്രയ്ക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ ഉണ്ട്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയൊക്കെ ഉള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.